ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുള്ളത് മിനി ഗോവയിലാണ്. വരുന്ന വഴിക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. വണ്ടി കയറിയപ്പോൾ തന്നെ ആളുറങ്ങിയേ. ഞങ്ങൾ വന്ന സമയം ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവധിയൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആളെ ഉറക്കൊക്കെ തെളിഞ്ഞ് ഇരിക്കുക കേട്ടോ. കുറേ തവണ ഏട്ടൻ വിളിച്ച് മൈൻഡാക്കുന്ന പോലില്ല. കുറേ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉഷാറൊക്കെ ആയപ്പോൾ ഏട്ടൻ്റെ കൂടെ അങ്ങ് പോയിട്ടോ. പിന്നെ അവൻ ഇങ്ങനെ നോക്കുക, അവനെവിടെ വന്നേന്ന് അവന് മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചെറിയ ചെറിയ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സേവ് ദ ഡേറ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പുഴയും കടലും കൂടെ കൂടിച്ചേരുന്ന സ്ഥലം എന്നങ്ങനെ തോന്നുന്നു, അങ്ങനെ എന്തോ പറയും. ഒരു സൈഡിൽ നിന്ന് പുഴ കടലിലേക്ക് വന്ന് ചേരുന്നതാട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, പിന്നെ പുഴ വന്ന് കടലിനോട് ചേരുന്നത്. ആക്ച്വലി ഞങ്ങളൊരു വീട്ടുകൂടലിന് വന്നതാട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾക്ക് വീട്ടുകൂടലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒന്നിറങ്ങിയതാട്ടോ പുറത്തേക്ക്. നേരം വൈകുന്നതിനനുസരിച്ച് തന്നെ വേലിയേറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ്ട് എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇറങ്ങുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കയറേണ്ട അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്ന വെള്ളം. കുറച്ച് നേരം അതിലേക്ക് ഞങ്ങൾ നടന്നു. നല്ല വെയിലല്ലേ, അപ്പോൾ തണലത്തൂടെ കുറച്ച് നേരം നടക്കാൻ കരുതി. അവന് ചൂടെടുക്കൂലേ. ഇവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് മെയിൻ പോയത്, പക്ഷെ ആൾ നിന്നില്ല. അപ്പം മരത്തേലിരുത്തി എടുക്കുക എന്നൊക്കെ വിചാരിച്ച് മരത്തിലിരുത്തി കൊടുത്തപ്പോൾ എന്തിനോ കയറ്റി ഇരുത്തിയ മാതിരിയുള്ള നോട്ടവും ഭാവൊക്കെയായിരുന്നു. എന്നിട്ട് 2-3 ഫോട്ടോസൊക്കെ കിട്ടിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബീച്ച് സൈഡിലിരുന്ന് കുറച്ച് എന്താ പറയുക, തിരമാല എണ്ണീന്നൊക്കെ വേണേൽ പറയട്ടോ. കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് യുവക്ക് കാട്ടിക്കൊടുത്തു ഓരോന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതുണ്ടോ, ഇപ്പോൾ ലാസ്റ്റൊക്കെ അച്ഛനും മോനും കൂടെ പാട്ടും പാടി തുള്ളിക്കൊണ്ട് പോകും കേട്ടോ.